നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോറിൽ നടന്ന എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബാലൻഡിയോർ കൊടുത്തിട്ട് ഒരു മാസമാവുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. അപ്പോൾ ഫ്ലോറന്റീനോ പെരസ് ആഞ്ഞടിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം തുറന്നടിച്ച് പറയുകയാണ്, ശരിയാണ്, റോഡ്രി ബാലൻഡിയോറൊക്കെ അറിയിച്ചിരുന്നു. അത് ഇത്തവണത്തെ അല്ല, കഴിഞ്ഞ തവണ മെസ്സി കൊണ്ടുപോയ ബാലൻഡിയോറിലെ അതാണ് റോഡ്രി അർഹിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഫ്ലോറന്റീനോ പെരസ് പറയുന്നത്. അതോടൊപ്പം വിനി ജൂനിയർ ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഇത് ഫബ്രീസിയോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാക്കുകളാണ്. അദ്ദേഹം പറയുന്നു, ബാലൻഡിയോർ ഫോർ ഷുവർ, റോഡ്രി ഒരു ഗ്രേറ്റ് ഫുട്ബോളറാണ്, സംശയമില്ല. അദ്ദേഹം മാഡ്രിഡിൽ നിന്നുള്ളയാളാണ്. സോ ഞങ്ങളുടെ അഫെക്ഷൻ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം ബാലൻഡിയോർ അർഹിച്ചിരുന്നു. അത് ഈ വർഷത്തേതല്ല, കഴിഞ്ഞ വർഷത്തേതാണ്. കഴിഞ്ഞ വർഷത്തെ ബാലൻഡിയോർ കൊണ്ടുപോയത് മെസ്സി ആയിരുന്നു. അതൊരിക്കൽ റോഡ്രി തന്നെ അങ്ങനെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ബാലൻഡിയോർ അദ്ദേഹം അർഹിച്ചിരുന്നു എന്ന്. അത് തന്നെയാണ് ഫ്ലോറന്റീനോ പെരസും ആവർത്തിക്കുന്നത്. ബാലൻഡിയോർ റോഡ്രി അർഹിച്ചിരുന്നു, പക്ഷേ ഈ വർഷത്തേതല്ല, കഴിഞ്ഞ കൊല്ലത്തേതാണ്. എന്നിട്ട് പറയുകയാണ്, തീർച്ചയായിട്ടും ഈ ഒരു ബാലൻഡിയോർ അത് റയൽ മാഡ്രിഡ് പ്ലെയർക്ക് അർഹതയുള്ളതായിരുന്നു. പിന്നെ നിങ്ങൾ യൂറോയിലെ പ്രകടനമാണ് എടുത്തു പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ഡാനി കർവാഹലും യൂറോ വിജയിച്ചതാണ് എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, നമീബിയ, യുഗാണ്ട, അൽബേനിയ, ഫിൻലാൻഡ് ഈ രാജ്യങ്ങളുടെ വോട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ വിനി എന്തായാലും ബാലൻഡിയോർ നേടിയേനെ. നോക്കുക, ഇനി എന്താ കൂടുതൽ വേണ്ടത്? ഈ രാജ്യങ്ങൾ വിനിക്ക് വോട്ട് കൊടുത്തില്ല. ഒരു രാജ്യം മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. നോക്കുക, ഫിൻലാൻഡത്തെ ആൾ അറ്റ്ലീസ്റ്റ് റിസൈൻ ചെയ്യുകയെങ്കിലും ചെയ്തു. ഇനി ആ ജൂറിയുടെ ഭാഗമാവില്ല എന്ന് പറഞ്ഞു. ലുക്ക്, അത് ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുന്നു. ഇതൊരു വിവാദമായിട്ടുള്ള കാര്യമാണ്. ഫിൻലാൻഡിൻ്റെ ആൾ അത് പറയുകയും ചെയ്തു, ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. സോ ചില ആളുകൾ, ഈ 3-4 രാജ്യത്തെ ആളുകൾ വോട്ട് ചെയ്യാതിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായത് എന്നുള്ളത് അപ്പോൾ തന്നെ ചർച്ചയായതാണ്. അത് തന്നെ ഇപ്പം പെരസ് എടുത്ത് പറയുന്നു. എന്നിട്ട് പെരസ് വിനിക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. വിനിയോട് പറയുന്നു, യു ആർ ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ്. ലോകത്തെ ഏറ്റവും മികച്ച താരം വിനി, നീയാണ്. ഞാൻ നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു, റയൽ മാഡ്രിഡിൻ്റെ ആരാധകർ എത്രത്തോളം നിന്നെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു എന്നുള്ളത്. നീ എത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, എത്രയൊക്കെ അൺഫെയർ ടൈംസിലൂടെ, എത്ര അൺഫെയർ മൊമെൻറ്റ്സിലൂടെ നീ കടന്നുപോയി. അതാണ് നിന്നെ ഈ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തെടുത്തിരിക്കുന്നത്, ഇന്നത്തെ രൂപത്തിലുള്ള താരമാക്കി നിന്നെ മാറ്റിയെടുത്തിരിക്കുന്നത്. നീ ലോകത്തെ ഏറ്റവും മികച്ച താരമാണെന്ന് തിരിച്ചറിയുക എന്നുകൂടി ഫ്ലോറന്റീനോ പെരസ് പറഞ്ഞു. എന്തൊക്കെയാണെങ്കിലും പെരസും റയൽ മാഡ്രിഡും ഒക്കെ അവരുടെ താരത്തിന് കൊടുക്കുന്ന സപ്പോർട്ടില്ലേ, അത് മറ്റു പലരും കണ്ടുപഠിക്കേണ്ടതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.